ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. രജിസ്റ്റേർഡ് ഡിബഞ്ചർ, അൺരജിസ്റ്റേർഡ് ഡിബഞ്ചർ അല്ലെങ്കിൽ ബിയറർ ഡിബഞ്ചർ, സെക്യൂർഡ് ഡിബഞ്ചർ, അൺസെക്യൂർഡ് ഡിബഞ്ചർ, റെഡീമബിൾ ഡിബഞ്ചർ, ഇറെഡീമബിൾ ഡിബഞ്ചർ, കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഇങ്ങനെയാണ് ഡിബഞ്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിലാദ്യത്തേത് നോക്കാം. രജിസ്റ്റേർഡ് ഡിബഞ്ചർ. രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കത്തില്ല. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററിൽ ഒരു ഡിബഞ്ചർ ഹോൾഡറിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിൻ്റെ പറയുന്ന പേരാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ആ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഡിബഞ്ചർ ഹോൾഡറിന് മാത്രമേ ഇൻട്രസ്റ്റ് കമ്പനി പേയ്മെൻറ്റ് നടത്തത്തുള്ളൂ. അതിനു മുന്നേ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? കമ്പനിയിൽ നിന്നും ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അത് രജിസ്റ്ററിൽ പേരുള്ള ആ വ്യക്തിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇൻ ദ കേസ് ഓഫ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ഇനി അടുത്തത് എന്താണ് ബിയറർ ഡിബഞ്ചർ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് നോക്കാം. ഈ അൺരജിസ്റ്റേർഡ് ഡിബഞ്ചർ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പോലെ ആയിരിക്കും. അതായത് കമ്പനിയുടെ ഈ രജിസ്റ്ററിൽ അവരുടെ പേരുണ്ടാകണമെന്നില്ല. ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചർ ഉള്ളത്, ഡിബഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡീറ്റെയിൽസ് ഉള്ളത്, അയാൾക്കായിരിക്കും ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കമ്പനി നടത്തുന്നത്. ദ പേഴ്സൺ ഹൂ വിൽ പോസസ് ദം. അടുത്തത് സെക്യൂർഡ് ഡിബഞ്ചർ. ഒരു അസറ്റിൻ്റെ മുകളിൽ, കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ സെക്യൂർ ചെയ്തിട്ടുള്ള ഡിബഞ്ചറിനെയാണ് സെക്യൂർഡ് ഡിബഞ്ചർ എന്നറിയപ്പെടുന്നത്. ഇതിനെ സെക്യൂർഡ് ഡിബഞ്ചർ എന്നും മോർഗേജ് ഡിബഞ്ചർ എന്നും അറിയപ്പെടുന്നു. ഇത് ചാർജ് മേ ബി ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ്. അടുത്തത് അൺസെക്യൂർഡ് ഡിബഞ്ചർ. അൺസെക്യൂർഡ് ഡിബഞ്ചറിനെ നേക്കഡ് ഡിബഞ്ചർ എന്നും അറിയപ്പെടുന്നു. ദീസ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി സെക്യൂരിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ സെക്യൂരിറ്റിയുടെ മുകളിലായിരിക്കത്തില്ല ചാർജ് ചെയ്യുന്നത്. അടുത്തത് റെഡീമബിൾ ഡിബഞ്ചർ. ഒരു സ്പെസിഫൈഡ് പീരീഡിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് പാറിനോ ഡിസ്കൗണ്ടിനോ റെഡീം ചെയ്യുന്നു. അങ്ങനെയുള്ള ഡിബഞ്ചറിനെയാണ് റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഇറെഡീമബിൾ ഡിബഞ്ചർ. ഇറെഡീമബിൾ ഡിബഞ്ചറിനെ പെർപെക്ച്വൽ ഡിബഞ്ചർ എന്നും അറിയപ്പെടുന്നു. ഇതിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. എന്താണ് ആ കണ്ടീഷൻ? എ ക്ലോസ് ദാറ്റ് ഇറ്റ് ഷാൽ നോട്ട് ബി പെയ്ഡ് ബാക്ക്. അടുത്തത് കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഈ ഡിബഞ്ചർ ഹോൾഡറിന് എന്തൊക്കെയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു? പ്രിഫറൻസ് ഷെയർസ് ആക്കിയോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആക്കിയോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അൺരജിസ്റ്റേർഡ് ഡിബഞ്ചറിനെ ബിയറർ ഡിബഞ്ചർ എന്നറിയപ്പെടുന്നു. അൺസെക്യൂർഡിനെ നേക്കഡ് ഡിബഞ്ചർ എന്നറിയപ്പെടുന്നു. ഇറെഡീമബിൾ ഡിബഞ്ചറിനെ പെർപെക്ച്വൽ ഡിബഞ്ചർ എന്നും അറിയപ്പെടുന്നു.